വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് വിരാമം. ഈജിപ്തിൽ 191 ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് കൂടി ഔദ്യോഗിക അനുമതി നൽകി ഭരണകൂടം. നിയമക്കുരുക്കിൽ ഇനിയും കുടുങ്ങിക്കിടക്കുന്നത് 10,000-കണക്കിന് ദേവാലയങ്ങൾ. ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യമായ ഈജിപ്തിൽ 191 ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് കൂടി ഔദ്യോഗിക അനുമതി നൽകുവാൻ ഭരണകൂടത്തിന്റെ തീരുമാനം. ക്രൈസ്തവ ദേവാലയങ്ങളുടെയും അനുബന്ധ സേവന കെട്ടിടങ്ങളുടെയും പദവി നിയമവിധേയമാക്കുന്നതിന് ചേർന്ന സമിതിയുടെ യോഗത്തിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈജിപ്ഷ്യൻ പ്രധാനമന്ത്രി മുസ്തഫ മദ്ദാബി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഭവന, ഊർജ്ജ, നഗര സാമൂഹിക വകുപ്പ് മന്ത്രി റാണ്ട എൽ മെഷവിയും നിരവധി മന്ത്രാലയങ്ങളിലെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. നിയമവിധേയമാക്കാൻ അപേക്ഷിച്ച ദേവാലയങ്ങളുടെ അവസ്ഥ സംബന്ധിച്ച് കഴിഞ്ഞ യോഗത്തിനു ശേഷം നടത്തിയ പരിശോധനകളുടെ ഫലങ്ങൾ കമ്മിറ്റി അവലോകനം ചെയ്തതായി മന്ത്രിസഭയുടെ ഔദ്യോഗിക വക്താവ് മുഹമ്മദ് എൽ ഹൊംസാനി പറഞ്ഞു. യോഗത്തിൽ 191 പള്ളികളുടെയും അനുബന്ധ കെട്ടിടങ്ങളുടെയും നിയമവിധേയമാക്കലിന് കമ്മിറ്റി അംഗീകാരം നൽകി. അതേസമയം കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചതിനു ശേഷം നിയമവിധേയമാക്കിയ പള്ളികളുടെയും കെട്ടിടങ്ങളുടെയും ആകെ എണ്ണം 3,804 ഉയർന്നു. 2016 ഓഗസ്റ്റ് 30 ഈജിപ്ത് പാർലമെന്റ് ക്രിസ്ത്യൻ ആരാധനാലയങ്ങളുടെ നിർമ്മാണവും പരിപാലനയുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം നടത്തിയത്. സർക്കാർ അനുമതിയില്ലാതെ നിർമ്മിച്ച ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾക്കും അനുബന്ധ കെട്ടിടങ്ങൾക്കും നിയമപരമായ അനുമതി നൽകുവാൻ 2016 പ്രത്യേക കമ്മിറ്റിയെ തന്നെ രൂപീകരിച്ചു. ഇതിൻ പ്രകാരമാണ് വിവിധ പരിശോധനകൾക്ക് ശേഷം അനുമതി നൽകുന്നത്. സർക്കാർ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് അംഗീകാരവും അനുമതിയും നൽകുന്നത്. അംഗീകാരം ലഭിച്ച ദേവാലയങ്ങളിൽ ഭൂരിഭാഗവും പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് നിർമ്മിക്കപ്പെട്ടവയാണ്. സഭാധികാരികളും വിശ്വാസികളും വർഷങ്ങളോളം കാത്തിരുന്ന ഭരണകൂട അംഗീകാരമാണ് ഒടുവിൽ ലഭിച്ചിരിക്കുന്നത്. 2016 പള്ളികൾ നിർമ്മിക്കുന്നതിനും പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള നിയമപ്രകാരമാണ് ഈ സർക്കാർ അനുമതികളുടെ കാത്തിരിപ്പ് ആരംഭിക്കുന്നത്. എന്നിരുന്നാലും 10,000-കണക്കിന് പള്ളികൾ ഇപ്പോഴും നിയമപരമായ അംഗീകാരത്തിനായി ഇനിയും ബാക്കി നിൽക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിക്കേന ന്യൂസ്.